പാരാതെ കണ്ടിടിനാൻ ചത്തൊരു പ്രസേനനെ കുതിരയോടും ചത്തു കിടക്കുന്നതു കണ്ടു പതിഞ്ഞു കാണായിതു സിംഹത്തിൻ പാദത്തെയും കണ്ടവൻ സിംഹം ഇവൻ തന്നെ കൊന്നതു ദിടം കണ്ടില്ലെന്നോർത്തു സിംഹം തന്നെ പാദം നോക്കി ചെന്നപ്പോൾ മഹാവനെ കണ്ടിതു കൃഷ്ണാദികൾ ഉന്നത സിംഹം ചത്തു കിടക്കുന്നതും പിന്നെ അവിടെ ആരാഞ്ഞപ്പോൾ വാനരപദം കണ്ടു അവിടെ കവി സിംഹം കൊന്നിതെന്നോർത്തു പിന്നെ പാരാതെ വാനരത്തിൽ പാദലാഞ്ചനം നോക്കി നേരെ ചെന്നപ്പോൾ മഹാഗഹ്വരം കണ്ടിടിനാർ ഘോരമാം ഗുഹയതിലേറ്റവും അന്ധകാരാൽ വീരന്മാരായ യദുക്കൂട്ടം വരന്മാരും പേടിച്ചു നിന്നീടിനാനം നേരം മുകുന്ദനും പേടിക്ക വേണ്ട നിങ്ങൾ നീങ്ങി നിൽപ്പിനിങ്ങിവിടത്തിൽ എന്നരുൾ ചെയ്തു കൃഷ്ണൻ ഗുഹയിൽ കടന്നുപോയി മദമെന്നിയേറെ നടന്നോരനന്തരം കണ്ടിതങ്ങൊരു കവിപാലകൻ മിന്നും മണി കൊണ്ടു ക്രീഡിച്ചു വസിക്കുന്നതു മുകുന്ദനും വേഗത്തോടടുക്കുന്ന മാനുഷരൂപം കണ്ടു വേഗത്തിൽ പേടിക്കുമാറലറി കവിസൂനു ഊറ്റമാം ക്രന്ദീതത്തെ കേട്ടൊരു നേരത്തിങ്കൽ തെറ്റെന്നു ജാമ്പവാനും ചെന്നുടൻ നോക്കുന്നേരം മധ്യവേഷമെന്നോർത്തിട്ടടിച്ചാൻ ജാമ്പവാനും സത്വരം കൃഷ്ണൻ താനും കൃത്തിനാൻ ജാമ്പവാനെ പിന്നെ തങ്ങളിൽ ചെയ്ത രണത്തിൻ വൈദഗ്ധ്യങ്ങൾ ഇന്ന വണ്ണമേയെന്നു ചൊല്ലുവാൻ പണിതുലോ മുത്തിപാഷാണ വൃക്ഷമെന്നിവ കൊണ്ടേറ്റവും പുണ്ടകോപേന പൊരുതീടിനാൻ അതിഘോരം 8-20 ദിവസം ഒരുപോലെ മുഷ്ടിയുദ്ധങ്ങൾ ചെയ്തു നിന്നിരു ദിവാനിശം മുഷ്ടികൾ തന്മേലേറ്റു തളർന്നു കവിവീരർ പെട്ടെന്ന് ഭൂമി തന്നിൽ മോഹിച്ചു വീണ ശേഷം തന്നുടെയുള്ളിൽ പൂർവവൃത്താന്തമോരോതരം നന്നായി വിചാരിച്ചു ഇരിഞ്ചൻ ചൊന്ന വാക്കും സകല ഭൂതങ്ങൾക്കും കാരണനായിക്കൊണ്ട് സകല സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി പരമപുരാണ പൂരുഷനായിരിക്കുന്ന പരമാത്മാവാം വിഷ്ണു ഭഗവാനെ എന്നേ മറ്റു ഒരു പൂരുഷന്മാരും എന്നെയും ജയിപ്പീല എന്നിരിക്കയാൽ എന്നെ ജയിച്ച ഭവാനിന്നു നിർണയം പരമാത്മാവായി കാലരൂപനായി തിരിക്കും വിഷ്ണു ഭഗവാൻ നിൻ തിരുവടിയെന്നു അറിഞ്ഞുകൊണ്ടിരിനേൻ ഞാനെന്നതുമല്ല.